സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ നാട്ടിലെ വിഷകലയെ പോലുള്ള സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ടവർക്കും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ ഒരു കേണൽ മധുസൂദനൻ. അപ്പോൾ കേണൽ മധുസൂദനൻ എന്ന് പറയുമ്പോൾ അയാൾ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്, കേരളക്കാരനാണ്. ചെന്നൈ ആസ്ഥാനമാക്കി ഒരു പുതിയ കമ്പനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു ഭക്ഷണ സംസ്കരണ യൂണിറ്റ്. അതായത് പേര് നോൺ ഹലാൽ ഭക്ഷണം. അപ്പൊ ആദ്യം അവർ ഉദ്ദേശിക്കുന്ന മാംസമാണ്, മാംസത്തിന്റെ സംസ്കരണമാണ്. അപ്പൊ നോൺ ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഭാഷയിൽ, അതായത് അറബ് ഭാഷ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മാത്രം ഭാഷയൊന്നുമല്ല. ക്രിസ്ത്യാനികളും ബാക്കി യഹൂദന്മാരും ഒക്കെ അറബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിലെ ഒരു അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഭാഷകളിൽ ഒന്നാണ്. എത്രയെങ്കിലും 40-45 രാജ്യങ്ങളുടെ ദേശീയ ഭാഷ എന്ന് പറയുന്ന അറബാണ്. അപ്പൊ അവരുടെ ഭാഷയിൽ പറഞ്ഞ, അറബിൽ പറഞ്ഞാൽ ഹറാമായ ഭക്ഷണം. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിഷിദ്ധമായത്. അപ്പൊ മുസ്ലിങ്ങളെല്ലാം ഹലാലായ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഭക്ഷണം. അപ്പൊ അനുവദനീയമായതെന്ന് പറഞ്ഞാൽ മാംസം മാത്രമല്ല, എല്ലാ ആഹാര സാധനങ്ങളും അനുവദനീയമായതേ മനുഷ്യൻ കഴിക്കാവൂ. പിന്നെ അത് ഒന്ന്, മോഷണ വസ്തു ആകരുത്. ഏതായിരുന്നാലും ശരി, അതിന് മാംസമായാലും ശരി, പച്ചക്കറി ആയിരുന്നാലും ശരി, ബാക്കിയുള്ള ഏത് ധാന്യങ്ങളായിരുന്നാലും ശരി, മോഷണ വസ്തു ആകരുത്. ആരോഗ്യമുള്ളതായിരിക്കണം. പിന്നെ ഈ മൃഗങ്ങളുടെ, പക്ഷികളുടെ കാര്യം പറഞ്ഞാൽ അതൊന്നും ചത്തതായിരിക്കരുത്. പിന്നെ ദൈവനാമത്തിൽ അറക്കുന്നതായിരിക്കണം. ദൈവനാമത്തിൽ ഏത് രീതിയിലാണ് അതിന്റെ കറക്റ്റ്, ആ കഴുത്തിന്റെ അത് ഹൽക്കുന്നാണ് പറയുന്നത്, അത് പിടിച്ചു വെച്ച് കറക്റ്റിന് കണ്ടിച്ചാലേ ആ രക്തം കംപ്ലീറ്റ് വാർന്നു പോകുള്ളൂ. അപ്പൊ രക്തം കംപ്ലീറ്റ് വാർന്നു പോയാലേ ആ ആഹാരം മനുഷ്യന് കഴിക്കാൻ പാടുള്ളൂ. കാരണം രക്തത്തിൽ ഒരുപാട് രോഗങ്ങളുള്ളതൊക്കെ കാണും. അപ്പൊ രക്തം കംപ്ലീറ്റ് വാർന്നു പോകണം. അപ്പൊ ഇതാണ്, മോഷണ വസ്തു ആവരുത്, ആരോഗ്യമുള്ളതായിരിക്കണം. ഇത് ദൈവനാമത്തിൽ എന്ന് പറയുന്നത്, ഇതിന് പ്രത്യേകമായ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം, ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാൽ അതായത് ഏക ദൈവത്തിലാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ഞാൻ ഭഗവത്ഗീത നോക്കിയപ്പോൾ ഏകദൈവ വിശ്വാസികളാണ് ഭഗവത്ഗീതക്കാർ. ഇപ്പൊ ഉള്ളവർ പറയുന്ന ഒരുപാട് 30 കോടി ഉണ്ടെന്നൊക്കെ ആളുകൾ പ്രചാരണം നടത്തുന്നു. ഇല്ലാത്തതും കൊല്ലാത്തതും അവരുണ്ടാകുന്നു. ഏകദൈവമാണ്. ബൈബിൾ ഏകദൈവമാണ്. തോറ, അതായത് യഹൂദന്മാരുടെ മതഗ്രന്ഥം തൗറാത്ത് എന്ന് മുസ്ലിങ്ങൾ പറയും, അത് ഏകദൈവമാണ്. ഇസ്ലാമിന്റെ ഖുർആൻ എന്ന് പറയുന്നത് ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്നാണ്. ഈ 4 മതങ്ങൾ, പ്രധാനപ്പെട്ട മതങ്ങളെല്ലാം അതാണ്. ഹിന്ദു മതവും, ഇസ്ലാം മതവും, ക്രിസ്ത്യൻ മതവും, യഹൂദ മതവും എന്ന് പറയുന്നത് ഏകദൈവത്തിൽ വിശ്വസിക്കണം, ഏകദൈവത്തെ ആരാധിക്കണമെന്നാണ് പറയുന്നത്. ഏകദൈവ വിശ്വാസികളായിരിക്കണം മനുഷ്യര് എന്ന് പറയുന്നു, വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഭഗവത്ഗീത കൂടി ഏതെങ്കിലും ഗ്രന്ഥങ്ങള് ഇനി ഇവര് ഇപ്പോഴത്തെ സംഘികൾ രചിച്ചിട്ടുണ്ടെന്ന് നമുക്കറിഞ്ഞൂടാ. അതെങ്ങനെയാണെങ്കിൽ അവർ പ്രസിദ്ധപ്പെടുത്തണം. ഏകദൈവത്തിൽ വിശ്വസിക്കണ്ട, അല്ലെങ്കിൽ ഏകദൈവത്തിനെ ആരാധിക്കണ്ട എന്ന് പറയാൻ ഏതെങ്കിലും ഒരു പൊട്ടൻ, ഒരു വിഡ്ഢിയായ സംഘപരിവാറുകാരൻ വന്ന് അത് കാര്യകാരണ സഹിതം പറയണം. പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു തരാം. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്നും ഏകദൈവത്തെ ആരാധിക്കണമെന്നുമാണ് ഈ 4 ഗ്രന്ഥങ്ങളും പറയുന്നത്. അപ്പൊ അതിൽ കൂടിയ വേറെ ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായിരിക്കും, ബുദ്ധമതക്കാരുണ്ടായിരിക്കും. ബുദ്ധമതത്തിനെ ഞാൻ നോക്കിയിട്ടില്ല. അതെന്തായാലും അതിന് പ്രത്യേകിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹലാലായ ഭക്ഷണം വേണ്ട, ഹറാമായ ഭക്ഷണം, നിഷിദ്ധമായ ഭക്ഷണത്തിന് ഒരു സംസ്കരണ യൂണിറ്റ് ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മലയാളിയാണ്. കാരണം മലയാളി എവിടെ പോയാലും കുഴുത്തിനുമ്പ് വീണ പരിപാടി കാണിക്കും. കാര്യം വേറെ ആർക്കും പോയില്ല. അപ്പോൾ ആദ്യം വേണ്ടെന്ന് പറയുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മാംസം കയറ്റുമതി ചെയ്യുന്ന, ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലുള്ള ഈ മാംസം കയറ്റുമതി ചെയ്യുന്നതിൽ 99% പേരും BJP, RSS സംഘപരിവാർപ്പെട്ട ശക്തികൾപ്പെട്ടവരാണ്. അവരെല്ലാം ഹലാൽ എന്നും പറഞ്ഞ് എഴുതി ഒട്ടിച്ചാണ് ഇവിടെ നിന്ന് മാംസം കയറ്റിവിടുന്നത്. അപ്പൊ അതും കൂടെ അവരാക്കണം. നോൺ ഹലാൽ ഭക്ഷണം അല്ലെങ്കിൽ നോൺ ഹലാൽ മാംസം എന്ന്
അവർ എഴുതി വിടണം. അതിന് ധൈര്യമുള്ളവരുണ്ടാകും. അപ്പൊ ഈ പൊട്ടൻ, ഈ കേണൽ മധുസൂദൻ എന്ന് പറയുന്ന പൊട്ടനോ വിഡ്ഢിയോ ആയിരിക്കും. കാരണം മനുഷ്യന് ദൈവം തമ്പുരാൻ, അത് ദൈവം തമ്പുരാൻ എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചത്. ഇയാളിന് നിരീശ്വരവാദിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഇങ്ങനെ അയാൾ തന്നെ പറയുന്നതാണ്, ഞാൻ ഇങ്ങനെ ഒരു സംസ്കരണ യൂണിറ്റ് ഉണ്ടാക്കുകയാണ്, നോൺ ഹലാൽ എന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. ഇവൻ്റെത് ആരെങ്കിലും വാങ്ങിക്കൂ? ഹിന്ദുക്കൾ പോലും ഇത് വാങ്ങിക്കില്ല. കാര്യം എങ്ങനെ ചത്തതിനെയും കണ്ടിക്കാം, അവന് ആരും ചോദ്യം ചെയ്യില്ല. ആരോഗ്യമില്ലാത്തതിനെയും കണ്ടിക്കാം, മോഷണ വസ്തുവിനെ അവന് കണ്ടിക്കാം. അത് അറുക്കുന്ന രീതി ഏത് രീതിയിലാണ് അങ്ങനെയുള്ള രോഗങ്ങൾ വരാം. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്ന മനുഷ്യന്, അതായത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ സംസ്കരണ യൂണിറ്റുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് അത് നിരോധിത വസ്തുവാണ്. അപ്പൊ എന്തായാലും ശരി, ഇവ ഉണ്ടാക്കി വിടട്ടെ, അത് നമുക്ക് കാത്തിരുന്നതാണ്. അപ്പൊ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത്, സംഘപരിവാർ ശക്തികളും കൂടെ ഇപ്പൊ ഇവിടുന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ആ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് അൽ കബീർ. ഞങ്ങളെല്ലാം അന്ന് ഗൾഫിൽ വരുമ്പോൾ ആദ്യമൊക്കെ വിചാരിച്ചത് ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെതായിരിക്കും എന്നാണ്. അല്ല, അതിന്റെ ഓണറെ പറ്റി നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ബാക്കി ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് എടുത്ത് നോക്കിയാൽ മതി ആരുടേതാണ്. അൽ കബീർ, അല്ലാമ, അങ്ങനെ ഒരുപാട് മുസ്ലിം പേരുകളിലും ആണ് അവർ തുടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊന്നും മുസ്ലിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല, ഒരു പരാതിയില്ല. പക്ഷേ നിങ്ങൾ ഈ ആഹാര സാധനം കൊടുക്കുന്നുണ്ട്, ഹലാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അറബ് ഇല്ല ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അത് മുസ്ലിമിൻ്റെതാണ്, ഇസ്ലാമിൻ്റെതാണ്, ജിഹാദികളുടേതാണ്, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത്. കാരണം എന്നാ ഇവിടുന്ന് ക്രൂഡ് ഓയിൽ എല്ലാം ജിഹാദികളുടേതാണ് നമ്മളെ നാട്ടിൽ വരുന്നത്. അതിനി പറയൂ അത് ജിഹാദികളുടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന്. അതും കൂടെ തയ്യാറാവണമല്ലോ. അപ്പോ മനുഷ്യനായിട്ട് ജനിച്ചാൽ അവൻ അങ്ങനെ ജീവിക്കണം, അങ്ങനെ മരിക്കണം. അതാണ് അതിന്റെ ശരി. മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹാർദ്ദവും സഹകരണവുമായിട്ടാണ് കഴിയേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കി, അതായത് ഒരു സമുദായത്തിന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രചാരകരായോ അല്ലെങ്കിൽ അവരെ അങ്ങനെ നിലനിർത്തിയോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ശരി, മനുഷ്യന്മാരായാൽ മനുഷ്യന്റെ സ്വഭാവം കാണിക്കണം. മനുഷ്യന് അനുവദനീയമാക്കപ്പെട്ട ഭക്ഷണങ്ങൾ ദൈവം തമ്പുരാൻ തന്നെ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഡാർവിൻ തിയറിയിൽ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഡാർവിൻ തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിയണമെന്നില്ല, പഠിച്ചവർക്കേ അത് അറിയാൻ കഴിയുള്ളൂ. അതായത് ഏക സെല്ലുലാർ പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് ഇങ്ങനെ എന്താണ് ചെറുതായിട്ട് ഓരോരോ ജീവികൾ ഉണ്ടാക്കി അതിന് പരിണാമം വന്ന് മനുഷ്യനായെന്നാണ്. അപ്പൊ മനുഷ്യനായതിനു ശേഷം പിന്നെ എന്താണ് പരിണാമം വന്നത്? അപ്പൊ ഈ ആന എങ്ങനെയാണ് പരിണാമം വന്ന് എങ്ങനെയായത്? അതുപോലെ ഈ കടൽ ഏത് കടലിലായിരുന്നാലും ശരി, ആ വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ ഏത് പരിണാമം വന്നുണ്ടായെന്നൊക്കെ ഈ പരിണാമ സിദ്ധാന്തക്കാർ തന്നെ പറയട്ടെ, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പറയട്ടെ. നിരീശ്വരവാദികൾ അങ്ങനെയാണ്. കാര്യം മുസ്ലിം പേരുകാരായ നിരീശ്വരവാദികളുണ്ട്, ഹിന്ദു മതത്തിൽ ഹിന്ദു പേരുകാരായ നിരീശ്വരവാദികളുണ്ട്, ക്രിസ്ത്യൻ പേരുകാരായ നിരീശ്വരവാദികളുണ്ട്. അപ്പൊ നിരീശ്വരവാദികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുകളും ഉണ്ട്. അവർക്ക് എന്തെങ്കിലും രോഗമാണ്. അപ്പൊ ആ രോഗം കൊണ്ട് അവർ പറയുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തി കൊണ്ട് അവരുണ്ടാക്കി പറയുന്നതാണ്. ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിനെ പല പേരുകളിൽ വിളിക്കുന്നു, പല പേരുകളിൽ അറിയപ്പെടുന്നു. പക്ഷെ ദൈവം എന്ന് പറഞ്ഞാൽ ഏക ദൈവം തന്നെയാണ്. ആ ദൈവത്തിനെ തന്നെയാണ് എല്ലാവരും ആരാധിക്കേണ്ടതും ആരാധിക്കുന്നതും. പല പേരുകളിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ ആ ഭാഗം അവിടെ നിൽക്കട്ടെ. നമ്മള് ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് പറയുന്നത്, അതായത് ഹറാമായ ഭക്ഷണം വിൽക്കാനായിട്ട് ഒരു മലയാളി ഇറങ്ങിയിട്ടുണ്ട്. അവൻ മിക്കവാറും RSS സംഘപരിവാറിൽപ്പെട്ടവനായിരിക്കാനാണ് സാധ്യത. എന്തായാലും മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്തവനാണ്. കേണൽ മധുസൂദൻ എന്നാണ് പേര്. അത് ഏതെല്ലാം രീതിയിൽ മാർക്കറ്റിൽ എത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്ത് പാളയം മാർക്കറ്റിൽ പണ്ട് ഇറച്ചി വാങ്ങിക്കാൻ പോകുമ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അത് മുസ്ലിമിന്റെ തന്നെ ഇറച്ചി വാങ്ങിക്കുള്ളൂ. ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് കൊണ്ടാണ്. കാര്യം അവരെ വിശ്വസിക്കാൻ കൊള്ള, അവർ നല്ലതേ അറക്കുള്ളൂ, അവർ അറക്കുന്ന കറക്റ്റായിട്ടാണ് അറക്കുന്നത്. ആ ഇറച്ചി ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോകണമുണ്ട്. അതേസമയം ബാക്കിയുള്ള സമുദായക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് അറക്കാൻ അറിഞ്ഞൂടാ. അവർ ചവിട്ടിക്കൊല്ലേ, കാലിൽ പിടിച്ച് നെക്കെ. പണ്ടെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കഥകിന്റെ ഇടയിൽ കോഴിയെ കഴുത്ത് കയറ്റി വെച്ചിട്ട് കഥ പിടിച്ചടച്ച് ഇങ്ങനെ കൊല്ലുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണമൊന്നും കഴിക്കാൻ കൊള്ളാത്തതാണ്.
അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റിന് അത് കണ്ടിച്ച് ആ രക്തം വാർന്നു പോയതിനു ശേഷമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ പിന്നെ എന്ത് ആഹാരം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെയാണ് മൃഗങ്ങളെയും പക്ഷികളെയും അറുക്കേണ്ടത്, ആ രീതിയിൽ അങ്ങനെ അറുത്താലേ അത് ഇതുള്ളൂ. അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അവൻ ഏതെങ്കിലും പഴകിയ സാധനം ജനങ്ങൾക്ക് കൊടുത്താൽ അവനെ നാളെ നരകശിക്ഷയില് പിന്നെ ദൈവം തമ്പുരാന് ഇട്ടുകൊടുക്കും എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഭയമുള്ള, അതായത് യഥാർത്ഥ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹലാലായത്, അതായത് അനുവദനീയമായ ഭക്ഷണം മാത്രമേ വിൽക്കുള്ളൂ, അങ്ങനെ വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് മാപ്പ് പറഞ്ഞ് ദൈവത്തോട്, പടച്ചതമ്പുരാനോട് മാപ്പ് പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കട്ടെ. പിന്നെ അവർ ആ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ മതി. എന്തും ഏതും നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് പുറത്തു കൊടുക്കും. അപ്പോ ഇതാണ് കാര്യം. എന്തായാലും ഇതാണ് സംഭവം. അത് ഞാൻ നമ്മളെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. തൽക്കാലം നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.